Greetings in the matchless name of our Lord Jesus Christ to everyone. കർത്താവിൻ്റെ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ പാൻ കർത്താവ് സഹായിച്ചതിനെ ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise God that He has given me the opportunity to be with the Word of God again. ഇന്ന് പുതുതായിട്ട് കടന്നുവന്ന എല്ലാ മക്കളെ ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for everyone who has come here today. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ആരാധനയുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ആയിരിക്കാൻ ദൈവം നമ്മെ ഇടയാക്കിയതിനെ ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I also thank God that He has enabled us to be here in the midst of a blessed worship. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു മെസ്സേജ് കർത്താവിന്റെ ദാസനോട് കേൾപ്പാനിടയായി. And we have also heard a blessed message through the man of God. അത് നമ്മൾ അതിനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പരിശുദ്ധാത്മാവെന്ന പകൽക്കാലം സംസാരിപ്പാൻ നമ്മളെ ഇടയാക്കുന്നത്. And today the Holy Spirit is connecting that and speaking to us. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മളിന്ന് പകൽക്കാലം കടക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇന്ന് അല്പസമയം വെക്കുവാനുള്ള ഒരു ചിന്ത ഇപ്രകാരമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സ് 12 ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. Neither is there salvation in any other, for there is none other name under heaven given among men whereby we must be saved. അതിൻ്റെ അനിൽ പാസ്റ്ററിൻ്റെ സാം 62-ലൂടെ അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. Through Psalm 62, as we heard, David says a term in that. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. My soul waits silently for God. എൻ്റെ രക്ഷ അവനിൽ നിന്ന് വരുന്നു. My salvation is from Him. നമ്മുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. Our salvation is from the Lord. ഇന്നത്തെ ലോകത്തെ സംഭവങ്ങളെല്ലാം നിങ്ങൾ നോക്കിയാട്ടെ. If you look at the events around the world, നമുക്ക് യാതൊരു പ്രത്യാശയുമില്ല. we have no hope here. എല്ലാം നിരാശ നിറഞ്ഞ സംഭവങ്ങളാണ്. It is all makes us feel hopeless. എന്നാൽ കർത്താവ് ഇപ്രകാരം പറയുന്നു. But the Lord says in like manner, ഇതൊക്കെ സംഭവിക്കുമ്പോൾ that when these things happen, എൻ്റെ വരവ് അടുത്തിരിക്കുന്നു. my coming has been near. എൻ്റെ മക്കൾക്ക് പ്രത്യാശ വർദ്ധിക്കുവാനിടയായി തീരണം. And my people should increase their hope. ഇന്നതുകൊണ്ട് ഒരൊക്കെ ഞാൻ വിളിച്ചു പറയുന്നു. And today I am proclaiming again രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമമില്ല. that there is no other name for salvation. യേശുവിന്റെ നാമമല്ലാതെ. And only the name of Jesus. ആ നാമം ഇന്ന് പകൽക്കാലം നിങ്ങളിലേക്ക് തരികയാണ്. And today I am handing over that name to you. അതാണ് ഇന്ന് പകൽക്കാലം ആമേൻ കേട്ട പ്രബോധനങ്ങൾ അതാണ്. And that is the exhortation we heard. ഹല്ലേലൂയ. ഇതിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് ഞാൻ കടന്നു പോകുന്നു. I'm coming to the context of this verse. ആമേൻ. എന്താണ് ഇത്? പത്രോസ് എന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ ശിഷ്യനായിരുന്ന അപ്പോസ്തലൻ പത്രോസിന്റെ വാക്കുകളാണിത്. These are the words of Peter, who was a disciple of Jesus, who became an apostle. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്നാനപ്പെടുവാനിടയായി തീർന്നു. And in one sermon by Peter, 3000 people were baptized. പത്രോസിന്റെ ബുദ്ധിയിൽ നിന്ന് വന്ന മെസ്സേജ് അല്ലായിരുന്നു. The message did not come from Peter's intelligence. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൂടെ അരുളപ്പാടുണ്ടായതാണ്. But it was a word that came through the Holy Spirit. ഇന്ന് പകൽക്കാലം ആമേൻ ഈ ഡോക്ടർ ലൂക്കോസ് ആണ് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് നമുക്കറിയാം. And we know that Luke, the doctor, was the one who wrote Acts of the Apostles. ആമേൻ. ലൂക്കോസ് വെറുതെ എഴുതുകയായിരുന്നില്ല. And Luke did not write this simply. ലൂക്കോസ് നടന്ന സംഭവങ്ങൾ അതുപോലെ എഴുതുകയായിരുന്നു. Luke wrote the events just as they happened. ആമേൻ. പരിശുദ്ധാത്മാവ് ഇൻസ്പയർ ചെയ്തിട്ടാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. And he wrote it under the inspiration of the Holy Spirit. ആമേൻ. ഈ വചനത്തിന് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. And there is a context to this word. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. There is a context to it. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസും യോഹന്നാൻ നിങ്ങൾക്കറിയാം യേശുവിന്റെ 2 ശിഷ്യന്മാരാണെന്ന് നിങ്ങൾക്കറിയാം. We know that Peter and John were disciples of Jesus. ആമേൻ. അവരുടെ സുവിശേഷത്തിന്റെ ഭാഗമായിട്ട് And as part of their gospel, ഹല്ലേലൂയ, അതിന്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവരെ 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് അവർ ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, we read in chapter 3, and when they gathered to the temple at the hour of prayer, the 9th hour, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിക്കുവാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനംപ്രതി ഇരുത്താറുണ്ട്. 3 verse 2, and a certain man lame from his mother's womb was carried, whom they laid daily at the gate of the temple, which is called Beautiful, to ask alms from those who enter the temple. ഈ മുടന്തനായ മനുഷ്യനിലേക്ക് നമുക്ക് നോക്കാം. Let us look to this lame man. ഈ മുടന്തനായ മനുഷ്യന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. The only one thing is there for this lame man. അവന് രക്ഷ പ്രാപിക്കണമെന്നൊന്നുമില്ല. He doesn't want to be saved. അവന് ഡെയിലി അവന്റെ ഉപജീവനം മാത്രം നടക്കണം. But he needs his daily needs to be met. അവന് മറ്റൊന്നും അറിയത്തില്ല. He doesn't know anything else. അവന് മറ്റൊരു വിശ്വാസവുമില്ല. And he has no other faith.
ഈ ലോകം നമ്മെ കാണിക്കുന്ന ഈ മുടന്തനായ മനുഷ്യന്റെ അനുഭവമാണ്. And the world is showing us the experience of this lame man. ഇന്ന് ലോകത്തിലെ അനേക ദൈവത്തെ വിശ്വസിക്കാത്ത എല്ലാവരുടെയും സ്ഥിതി ഇതാണ്. And this is the condition of all those who do not believe in God. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണം. That they want something. എനിക്ക് ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞു കൂടണം. I just want to finish this day. എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം. I just want my needs to be met. പക്ഷേ എനിക്കൊന്ന് എഴുന്നേക്കണമെന്നൊരു താല്പര്യമില്ല. But I don't have any desire to get up. എനിക്ക് ഈ രക്ഷ വേണമെന്നൊരു താല്പര്യമില്ല. I don't have any desire to get this salvation. ഹല്ലേലൂയ. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഈ മനുഷ്യൻ, this man who was lame from his mother's womb, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി. he lost all his hope in this world life. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, if you have lost any hope in your own life, ഇന്ന് അത് കർത്താവ് മടക്കി തരാൻ വിശ്വസ്തനാണ്. today the Lord is faithful to give it back. ഇന്ന് വിശ്വാസത്തോടെ ഞാൻ പറയും, നിങ്ങൾ എഴുന്നേൽപ്പിക്കാനായിട്ട് പോകും. And with faith we will be able to arise. നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെട്ട് തളർന്നിരിക്കുന്നത്, and in any issue which you are weak and burdened, ആ വിഷയത്തെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകും. and in that thing the Lord will raise you up. ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടെ രോഗത്തിൽ തളർന്നിരിക്കുകയാണോ, maybe you are burdened and you are lame by your disease, നിങ്ങളുടെ സാമ്പത്തികമായ പ്രതിസന്ധികൾ നിങ്ങൾ തളർന്നിരിക്കുകയാണോ, maybe you are weakened by the financial difficulties. ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ തളർന്നിരിക്കുകയാണോ, and even to the children I am saying, are you tired by your own education? ഞാൻ വിശ്വാസത്തോടെ ഇവിടുന്ന് വിളിച്ചു പറയുന്നു, and with faith I am proclaiming here, ഞങ്ങളുടെ അകത്ത് നിന്ന് ഞങ്ങൾക്കൊരു നാമമുണ്ട്, and we know a name, അത് യേശുക്രിസ്തുവിന്റെ നാമം, and that is the name of Jesus Christ. കർത്താവിന്റെ ദാസൻ അതാണ് പറഞ്ഞത്, and that is what we heard from the man of God. ആ നാമം നിങ്ങളുടെ മേൽ ഇംപാർട്ട് ചെയ്യാൻ പോവുകയാണ്, and we are going to impart that name on you. നിങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനതകളെ അവൻ മാറ്റാൻ പോകും. It will change the weakness of your body. നിങ്ങളുടെ ഭാരം അവൻ എടുത്തുകൊണ്ടുപോകാൻ He will take away your burden. നിങ്ങളുടെ ഭാരത്താൽ അവൻ തളർന്നു പോയിരിക്കുകയാണോ, and if you have been burdened by your burden, നിങ്ങൾ കുഴഞ്ഞു പോയോ എന്ന്, if you have been weakened by the burden, നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ കുഴഞ്ഞു തളർന്നിരിക്കുകയാണോ, if you have been weakened and tired by it, ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാനായിട്ട് പോകും. the Lord is going to raise you up today. ഹല്ലേലൂയ. ഇതാണ് കർത്താവിനോട് പ്രസംഗിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്, and this is what the Lord has asked me to preach. ഞാൻ വളരെ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും ഇത് പറയുന്നു, and with confidence and with courage I am saying, ഇന്ന് പകൽ നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ, today when you leave this place, നിങ്ങൾ ഇവിടുന്ന് ഫ്രീ ആയിട്ട് കടന്നു പോകാനിടയായി. you have to leave as free people. നിങ്ങൾ സൗഖ്യത്തോടെ കടന്നു പോകും. you have to leave with healing. അത് നമ്മൾ ആരംഭത്തിൽ കർത്താവിനോട് കേൾപ്പാനിടയായി. and we heard that in the beginning as well. ഞങ്ങൾ ഈ മീറ്റിംഗിന്റെ അവസാനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. and the end of this meeting when we pray for you, ഞങ്ങൾ യേശുവിന്റെ നാമം നിങ്ങളുടെ മേൽ ഇംപാർട്ട് ചെയ്യാൻ പോകുകയാണ്. we are going to impart the name of Jesus on you. ആ നാമം നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ, and when that name comes upon you, നിങ്ങളുടെ ഭവനത്തിന്റെ സിറ്റുവേഷൻ മാറുവാനിടയായി. the situations of your house will change. ഇന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോകുവാനിടയായി. and you will arise from that. എനിക്കറിയാം നിങ്ങളുടെ അകത്ത് ഒത്തിരി മുറിവുകൾ ഉള്ളവരാണ്. you may be carrying many wounds. പുറമേയുള്ള മുറിവുകളൊക്കെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ സൗഖ്യമാക്കുവാനായിട്ട് കഴിയും. maybe the wounds physically the hospital can give you cure for that. എന്നാൽ നിങ്ങളുടെ അകത്തുണ്ടായ മുറിവുകളെ സൗഖ്യമാക്കുവാൻ ആർക്കും കഴിയത്തില്ല. but all your internal wounds no one is able to heal. ഈ ലോകത്തിലെ ഒരു ഡോക്ടർമാർക്കും സൗഖ്യമാക്കുവാൻ no doctor can heal the hurts that you have. ലോകത്തിലെ ഒരു ധനത്തിനും അത് സൗഖ്യമാക്കുവാൻ കഴിയില്ല. no wealth in this world can heal the wounds in your heart. നിങ്ങൾ വളർന്ന കുടുംബ പശ്ചാത്തലങ്ങൾ നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുള്ളതാണ്. maybe the context in the family which you grew up gave you wounds. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എഴുന്നേൽക്കുവാനായിട്ട് കഴിയത്തില്ല. and maybe in your heart you think that you cannot arise. ഇന്ന് പകൽ ഞാൻ ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു, but with confidence I proclaim, നിങ്ങൾ കർത്താവിന്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. if you have come to the Lord, നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ഹല്ലേലൂയ അവൻ ആമേൻ ആമേൻ അവൻ നമ്മുടെ പ്രഭുവാണ്. and the Lord we worship is our prince. അവൻ നമ്മുടെ രക്ഷിതാവാണ്. and he is our savior. അവൻ അത്ഭുത മന്ത്രിയാണ്. and he is a miracle worker. അവൻ സമാധാനത്തിന്റെ ദൈവമാണ്. and he is a God of peace. അവൻ സന്തോഷത്തിന്റെ ദൈവമാണ്. he is a God of joy. ഞങ്ങൾ ധൈര്യത്തോടെ പ്രസംഗിക്കുന്നു. and with confidence I'm preaching. ആമേൻ പ്രതിസന്ധികൾ ഇല്ലാതിരുന്നിട്ടല്ല. and it is not because I do not have ആമേൻ ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. I am not here because I do not have problems. അതിൽ കൂടെ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ഒരു കർത്താവിന്റെ അടുക്കലാണ് നമ്മൾ നിൽക്കുന്നത്. but we are standing before the Lord who leads us triumphantly. ഇന്ന് പകലിൽ ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കാത്തവർ ഉണ്ടെങ്കിൽ, if there is anyone who has not received the Lord Jesus, ഇന്ന് പകൽ നിങ്ങൾ സ്വീകരിച്ചിട്ടേ മടങ്ങി പോകാം. today you have to receive the Lord and leave this place. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു മാറ്റം ഉണ്ടാകുവാനിടയായി. and there will be a change in your heart. ആമേൻ. ഇന്ന് പകൽക്കാലം യേശുവിനെ സ്വീകരിച്ചോട് ഞാൻ പറയട്ടെ, and to those who have received the Lord I say, ആമേൻ, നിങ്ങളുടെ മൈൻഡ് സെറ്റുകളെ കർത്താവ് മാറ്റാൻ പോകുന്നു. the Lord is going to change your mindset. അതുകൊണ്ടാണ് പൗലോസ് കൊലോസ്യർ 3 ഇപ്രകാരം എഴുതുവാൻ, and that is why Paul writes in Colossians chapter 3, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, not on the earthly things, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക, but set your mind on things above. അതുകൊണ്ട് പൗലോസ് എബ്രായ ലേഖനത്തിൽ 12 അധ്യായത്തിൽ ഇപ്രകാരം എഴുതി, and that is why Paul writes in Hebrews chapter 12, ആമേൻ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ, lest you become weary and discouraged in your souls, പാപികളാൽ തനിക്ക് വിരോധം നേരിട്ട ഇങ്ങനെയുള്ളവനെ ധ്യാനിച്ചുകൊള്ളുവിൻ, meditate and consider the one who has suffered by the sinners, ആമേൻ. നിങ്ങളുടെ ഭാരമെല്ലാം വിട്ടൊഴിഞ്ഞ്, and leaving all your burden,
നിങ്ങളുടെ മുറുകെ പറ്റുന്ന പാപങ്ങൾ വിട്ടൊഴിഞ്ഞ് leaving all the entangling sins, നിങ്ങൾ സ്ഥിരതയോടെ ഓടുവാനായിട്ട് run steadfastly, യേശുക്രിസ്തുവിനെ നോക്കാനാണ് അവിടെ പറയുന്നത്. and for that look upon the Lord Jesus. ഞാൻ ആ ഭാഗം എടുത്ത് വായിപ്പിക്കാത്തത് സമയത്തിന്റെ ചുരുക്കം മൂലം. And I'm not reading that portion because of time limitation. ഇന്ന് പകലിൽ നിങ്ങൾ ക്ഷീണിച്ച് കുഴഞ്ഞിരിക്കുകയാണോ? If you're weary and discouraged, നിങ്ങളുടെ നോട്ടം ഒന്ന് മാറ്റിയാട്ടെ. then change the way you look. നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങളുടെ നോട്ടം മാറ്റിയാട്ടെ. Change your the way, from looking at the world, നിങ്ങൾ യേശുവിലേക്ക് നോക്കിയാട്ടെ. and look to the Lord Jesus. ആമേൻ. ഇന്ന് വരെ നിങ്ങൾ പലയിടത്തും നോക്കി. And for many these days you have been looking elsewhere. പലയിടത്തും നിങ്ങൾ യാചിച്ചു. You have asked from other places. ആമേൻ. നിങ്ങൾക്ക് ഒരു രക്ഷയും കിട്ടിയില്ല. And you did not receive any help. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു. But with faith I am proclaiming. യേശുവിലേക്ക് നോക്കിയാട്ടെ. When you look to the Lord Jesus, അവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചവനാണ്. at the cross he suffered for our sins. ഹല്ലേലൂയ. അവനെ വിശ്വസിക്കുന്ന ഒരുത്തൻ ലജ്ജിച്ചു പോകുകയില്ല. And those who believe in him will not be put to shame. അവനെ വിശ്വസിക്കുന്നവൻ എഴുന്നേറ്റ് പോകാനിടയായി. And those who believe in him will arise. അവനെ വിശ്വസിക്കുന്ന ആരോഗ്യമുള്ളവനായി തീരും. And those who believe in him will have health. ആമേൻ. നിങ്ങളുടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. And will change your impossibility to possibilities. ഇതാണ് ഇവിടുത്തെ ഈ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിന്റെ സന്ദർഭം. അതാണ്. And that is the context of what's happening in this temple. ആമേൻ. അതുപോലെ ഹല്ലേലൂയ ആ ഭിക്ഷക്കാരൻ അവിടെ ഭിക്ഷയാചിക്കുകയാണ്. As usual, the beggar was begging. എന്നാൽ പത്രോസ് യോഹന്നാന്റെ അടുക്കലേക്ക് വന്നു. But when Peter and John came to them, അവിടെ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് മറ്റൊന്നും എഴുതി കാണുന്നില്ല. the Holy Spirit doesn't say anything particularly. ഹല്ലേലൂയ. മുടന്തനെ നോക്കി ഇപ്രകാരം ചെയ്യണമെന്നൊന്നും അവിടെ നമ്മൾ കാണുന്നില്ല. It does not say that he told to look at the beggar and say something. പക്ഷേ അവർ മുടന്തന്റെ അടുക്ക് വെറുതെ പോയതല്ല. But they did not go simply to the lame man. മുടന്തൻ ഒരിക്കലും കർത്താവിന്റെ അടുക്കൽ പോകുവാനായിട്ട് കഴിയത്തില്ലായിരുന്നു. Because the lame man cannot go to the Lord. അവരുടെ അടുക്കലേക്ക് കർത്താവുമായിട്ട് ഇവർ പോവുകയാണ്. So they came with the Lord to them. ഇന്ന് പകൽക്കാലം നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട്. And that is why God has called us today. നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ നാമവുമായിട്ട് അനേകരുടെ അടുത്തേക്ക് കടന്നു പോകും. That we should go to other people with the name that we have ഈ received. ദേശത്ത് ഒരുപാട് തളർന്നു പോയവരുണ്ട്. There are many people tired and weakened in this land. ദേശത്ത് ഒരുപാട് കൊഴിഞ്ഞു പോയവരുണ്ട്. There are people who are weakened in this land. ആമേൻ. ഈ നാമം നമ്മൾ ക്യാരി ചെയ്യുമ്പോൾ, When we carry this name, വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, when you pray with faith, ആമേൻ, അവർ എഴുന്നേൽപ്പാനിടയായി തീരും. then they will be able to get up. ഹല്ലേലൂയ. സ്തോത്രം. അവനെ മുടന്തൻ സാധാരണ ചെയ്യുന്നത് പോലെ, And as usual, what the lame man did, വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ പത്രോസിനെ യോഹന്നാനെ ഉറ്റുനോക്കുവാനിടയായി. he looked steadfastly at Peter and John, thinking he will receive something. പലപ്പോഴും ഈ ലോകം അങ്ങനെയാണ്. Many times the world is like that. ഹല്ലേലൂയ. വല്ലതും കിട്ടുമെന്ന് കരുതി ലോകത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. They are looking at the world, thinking they'll receive something. പത്രോസ് യോഹന്നാനെ ഒരു ലോക മനുഷ്യരെ പോലെയാണ് അവൻ നോക്കിയത്. They looked at them as if Peter and John were worldly people. അല്ല, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ലോകത്തിലെ ഒന്നിനെയും നിങ്ങൾ നോക്കുവാനിടയാകും. But you should not look at any things of this world. നിങ്ങൾക്ക് ജോലി എന്ന നിങ്ങളുടെ കമ്പനിയെ നിങ്ങൾ ആശ്രയിക്കരുത്. You should not trust in the employer who gave you the job. നിങ്ങളുടെ സ്കൂളിനെ നിങ്ങൾ ആശ്രയിക്കരുത്. You should not trust in your schools. നിങ്ങളെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിനെ നിങ്ങൾ You ആശ്രയിക്കരുത്. should not trust in the professors who teach you. നിങ്ങൾ ഈ ലോകത്തിലെ ഒന്നിനെയും You ആശ്രയിക്കരുത്. should not trust in anything of this world. ആമേൻ. സകലതും നിർവഹിപ്പാൻ കഴിവുള്ളവൻ, And the one who is able to fulfill all things. ആമേൻ, തന്റെ ഒറ്റ വാക്കിനാൽ ലോകത്തെ മുഴുവൻ നിർമ്മിച്ച, The one who created all the worlds through his word. ഈ അണ്ഡഘടാകത്തെ മുഴുവൻ The നിർമ്മിച്ചവൻ, one who created all things of this world. ആമേൻ, ഒറ്റ കൈ കൊണ്ട് ഹല്ലേലൂയ ഈ അണ്ഡഘടാകത്തെ മുഴുവൻ തന്റെ കൈകളിൽ വഹിക്കുന്നവൻ, And the one who carries the universe by his hand. ഭൂമിയേക്കാൾ ആമേൻ ഹല്ലേലൂയ 10 മടങ്ങ് ശക്തിയുള്ള 10,000 ഗാലക്സി നക്ഷത്ര സമൂഹങ്ങളെ വഹിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. And our Lord Jesus is the one who carries these thousands of galaxies in his hands. അവൻ നമ്മളെ സൗഖ്യമാക്കുവാൻ കഴിയത്തില്ലേ? And will he not be able to heal us? അവനിലാണ് അപ്രമേയ ധനം അല്ലെങ്കിൽ അൺമെഷറബിൾ റിച്ചസ് ഇരിക്കുന്നത്. Unmeasurable riches are with him. അതുകൊണ്ടാണ് പൗലോസ് എഫെസോസോട് പറയുകയാണ്, And that is why Paul writes in Ephesians, ഞാൻ ഈ ധനത്തെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. I'm preaching about this wealth. അല്ലെങ്കിൽ ഈ അപ്രമേയ ധനത്തെ കുറിച്ചാണ് I'm പ്രസംഗിക്കുന്നത്. preaching about this unmeasurable riches. ഈ അപ്രമേയ ധനമാണ് എന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. This unmeasurable riches are in me. ഞാൻ അത് നിങ്ങൾക്ക് പങ്കുവെക്കുവാൻ. And I'm sharing it with you. ആമേൻ. പത്രോസും പോകാനും അതാണ് ഇവിടെ പറയുന്നത്. And that's what Peter and John says here. നീ ആഗ്രഹിക്കുന്ന പിന്നെ വെള്ളിയും പൊന്നും എന്റെ കയ്യിലില്ല. That the gold and silver that you desire, I do not have. ആമേൻ. ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് കത്തിച്ചാമ്പലാകാനേ ഉള്ളൂ. And within a moment, it will all be burned away. ഈ വേൾഡ് മുഴുവൻ കത്തിച്ചാമ്പല ഒരു നിമിഷം മതി. There is only a moment needed for the world to be burned away. ഏതെങ്കിലും ന്യൂക്ലിയർ ബോംബുകൾക്ക് നശിപ്പിക്കുവാനായിട്ട് കഴിയും. The nuclear bombs can destroy this world in a moment. എത്ര വേൾഡ് സംഭവങ്ങൾ നമ്മളെ അല്ലെങ്കിൽ അത് ഓർമ്മിപ്പിക്കും. And how many events of this world remind us that?
ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മൾ പ്രത്യാശയോടെ ആയിരിക്കട്ടെ. But let us be with hope. ആമേൻ. ചിലപ്പോൾ ഓയിൽ പ്രൈസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Maybe the price of the oil is increasing. സാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Maybe the price of the things are increasing. എന്നാൽ ദൈവമക്കളെ ഞാൻ പറയുന്നു, നിങ്ങളെ ദൈവം പ്രൊട്ടക്ട് ചെയ്യാനിടയായി. But the children of God are protected by God. സാദൃശ്യവാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു, And God says in Proverbs എന്റെ പക്കൽ പുരാതന ധനവും മാനവും സമ്പത്തുമുണ്ട്. that the ancient riches are with me. അതൊരിക്കലും അവസാനിക്കുകയില്ല. And there is no end to that. അല്ലെങ്കിൽ ഈ ഓയിൽ പോയാലും മറ്റൊരു ഓയിൽ തുറക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. And if the Lord is able to open up oil fields when ഈ there is none. ഭൂമിക്കടിയിലെ സകല നിക്ഷേപങ്ങളും പിന്നെയും തുറക്കുവാൻ കഴിവുള്ളവനാണ്. And He is the one who can open up the resources that are not there. അതുകൊണ്ട് ഈ ലോകത്തിലെ മറ്റൊന്നിലേക്ക് നിങ്ങൾ നോക്കണ്ട. So do not look in the things of this world. നിങ്ങൾ യേശുവിലേക്ക് ഇന്ന് പകൽക്കാലം നോക്കിയാൽ, Look to the Lord Jesus. ഇന്ന് പകൽക്കാലം ഞാൻ ധൈര്യത്തോടെ നിങ്ങളെ പേരെടുത്ത് ഞാൻ വിളിച്ചു പറയുന്നില്ല എങ്കിൽ തന്നെയും, Even though I'm not calling you by name, but I'm proclaiming. ആമേൻ. നിങ്ങളുടെ ഭരിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് മാറിയിട്ട്, Moving away from the problems that you are fixated upon. നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ മാറിയിട്ട്, Moving away from the things that distract you. ആമേൻ, യേശുവിലേക്ക് നിങ്ങൾ കൊടുത്തോട്ടെ. Give it to the Lord Jesus. നിങ്ങളുടെ ഭാരം നിങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ, If you take your burden by yourself, നിങ്ങൾക്ക് സ്ഥിരതയോടെ ഓടുവാനായിട്ട് കഴിയത്തില്ല. you will not be able to run steadfastly. നിങ്ങൾക്ക് സ്ഥിരതയോടെ പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല. You will not be able to pray with endurance. സ്ഥിരതയോടെ ആരാധനയ്ക്ക് വരുവാൻ കഴിയത്തില്ല. You will not be able to come to worship constantly. ഇന്ന് പകൽക്കാലങ്ങളുടെ സകല ഭാരങ്ങൾ അവന്റെ മേൽ എറിഞ്ഞുകളാ. But when you throw the burden on Him, അവൻ ഇന്ന് പകൽക്കാലം എടുത്തുകൊണ്ട് പോകും. and He will take it away. വിശ്വാസത്താൽ കണ്ടാട്ടെ. With faith you should see it. ഞാൻ ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു. And I'm proclaiming it courageously. പത്രോസ് യോഹന്നാൻ അപ്രകാരം പറഞ്ഞത് അതാണ്. And that is what Peter and John said. അവർ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്ന ഒരു ധനം എന്റെ കയ്യിലില്ല. They said, we do not have the wealth that you desire, എന്നാൽ അതിലും വലിയൊരു ധനം എന്റെ കയ്യിലുണ്ട്. but I have a greater wealth than that. നിനക്ക് കിട്ടിയ സകല ധനം ഉപയോഗിച്ച് നിന്നെ മുടന്നു മാറ്റുവാൻ കഴിയും. With all the wealth that you acquired, you cannot move away your lameness. നീ ഇത്രയും നാൾ സമ്പാദിച്ച ഒരു പൈസയും കൊണ്ട് നിന്റെ ഈ മുടന്നു മാറ്റുവാൻ നിനക്ക് കഴിയത്തില്ല. All the wealth that you have acquired so far cannot heal you from your disease. നിങ്ങൾ സമ്പാദിച്ച, നിങ്ങൾ ഓടിയ, നിങ്ങൾ അധ്വാനിച്ച ഒരു ധനവും കൊണ്ടും നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമാകുകയില്ല. With all the wealth that you worked hard for, it will not give the solution to your problems. എന്നാൽ ഇവിടെ പത്രോസ് യോഹന്നാൻ പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരും. But Peter and John said, I do not have silver or gold, but what I do have I give you. ഇന്ന് പകൽക്കാലം പത്രോസ് യോഹന്നാൻ ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യുകയാണ്. And we are doing what Peter and John did. ആമേൻ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. That arise and walk in the name of Jesus. ഞങ്ങൾ നിങ്ങളുടെ ഹല്ലേലൂയ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക. You have to believe when we come near you. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നും അല്ലത്. And not by our own abilities. ആമേൻ. ഞങ്ങൾ ക്യാരി ചെയ്യുന്ന ഒരു നാമമുണ്ട്, യേശുവിന്റെ നാമമാണ്. But the name of Jesus that we carry. അത് നിങ്ങളിലേക്ക് ഞങ്ങൾ ഇംപാർട്ട് ചെയ്യാൻ പോകുകയാണ്. And we are going to impart that name to you. ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. And the Lord is going to make you arise. രോഗമുള്ള ഭാഗങ്ങളെ സൗഖ്യമാക്കുവാൻ പോകും. And He is going to heal the places where you have disease. നിങ്ങൾ ധൈര്യത്തോടെ വിശ്വസിച്ചാട്ടെ. And you have to believe it with faith. ഞാൻ 100% ഗ്യാരണ്ടിയോടെ പറയുന്നു. And I'm giving it with 100% guarantee. ഇന്ന് പകൽ നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ, When you leave this place, നിങ്ങൾ ഭാരം വിട്ടൊഴിഞ്ഞു പോകുവാനിടയായി തീരും. the burden will leave away from you. നിങ്ങളുടെ ചങ്ങലകൾ ഇന്ന് പകൽക്കാലം പൊട്ടുവാനിടയായി തീരും. All the chains around you will be broken. ആമേൻ. നമ്മൾ കെട്ടിവെച്ച ചില ചങ്ങലകളുണ്ട്. There are chains that we have built up. അതെല്ലാം ഇന്ന് പകൽക്കാലം അഴിയുവാനിടയായി. And it will be loosened today. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ അവരെ ആമേൻ മുടന്തനായ മനുഷ്യന്റെ കൈക്ക് പിടിച്ചു. And so they took the lame man's hand. ഹല്ലേലൂയ. അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാനിടയായി. And they made him arise. ആമേൻ. അവൻ ഹല്ലേലൂയ ചാടി എഴുന്നേൽപ്പാനിടയായി. And he leapt and he jumped up. അവൻ ആ ദേശത്തിൽ അത്ഭുത സാക്ഷ്യമായി തീരുവാനിടയായി. And he became a testimony in that land. ഇന്ന് പകൽക്കാലം നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ, കോളേജിൽ, നിങ്ങളുടെ ഓഫീസിൽ ഒരു അത്ഭുത സാക്ഷ്യമാകാൻ പോകും. Today in your schools, colleges and your workplace, you're going to be a testimony. നിങ്ങൾ മുഖാന്തരം അനേകർ ഈ കർത്താവിലേക്ക് വരുവാനായിട്ട് പോകും. And through you, many people will come to the Lord. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അനേകർ എഴുന്നേൽപ്പാനിടയായി. When you arise, many people will arise. മുടന്തന്റെ സൗഖ്യം ആ ദേശത്തൊരു വലിയ നിഷേധിക്കാനാവാത്തൊരു അത്ഭുതമാക്കി മാറ്റി. The healing of the lame man was a testimony no one can charge against. ആമേൻ. പല വിമർശകർ എതിർപ്പുകളൊക്കെ ഉണ്ടായി. There were many people who criticized it. ഒരിക്കലും കർത്താവിന്റെ ശക്തിയെ ആർക്കും തടുക്കുവാൻ കഴിയില്ല. But no one can oppose the power of the Lord. ആർക്കും ഈ ശക്തിയെ തടുത്തു നിർത്തുവാൻ കഴിയത്തില്ല. And no one can stand against His power. ഹല്ലേലൂയ. അവർക്ക് പ്രതികൂലങ്ങൾ കടന്നു വന്നു. And the many problems came there. അവർക്കെതിരായിട്ട് വന്ന യഹൂദന്മാരോട് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു. But they said to the Jews who came against them. അതാണ് നമ്മൾ 4:10 വാക്യത്തിൽ വായിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. And that is what we read in 4 verse 10, by which I conclude. നിങ്ങൾ ക്രൂശിച്ചവനും That the Jesus whom you crucified, ദൈവം മരിച്ചവരിൽ ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. by the name of Jesus Christ whom you crucified, whom God raised from the dead, by him this man stands here before you whole. ഹല്ലേലൂയ. യഹൂദന്മാർ ക്രൂശിച്ച യേശുവിനെ ആ നാമത്തിൽ ഒരു അത്ഭുത നാമമാക്കി അവർ മാറ്റുവാനിടയായി തീർന്നു.
The Jesus whose name was crucified by the Jews became a miracle to them all. ആമേ പത്രോസിന്റെ ഒരൊറ്റ വചനം അവരുടെ നാവുകളെ ഹല്ലേലൂയ മിണ്ടാതാക്കുവാനിടയായി. And one word from Peter silenced them all. അവരോട് പറഞ്ഞു, വീട് പണിയുന്നവരായ നിങ്ങൾ And he said to them, you who build the house, തള്ളിക്കളഞ്ഞ കല്ലാണ് ഏറ്റവും കോർണർ സ്റ്റോൺ ആയിട്ട് മാറി. the stone that you rejected became the cornerstone. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. And the Lord Jesus says a parable. ആമേ പാറമേൽ വീട് പണിതവരും മണലിന്മേൽ വീട് പണിതവരും. That a person who build on the rock and build the house on the ഈ sand. വീട് പണിയുന്നവർക്ക് അറിയത്തില്ല ഇത് പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ വീണ് പോകുമോ എന്ന് അറിയത്തില്ല. The one who builds a house does not know if anything happens, if the house will demolish. അവർ വീട് പണിതത് വീഴാൻ വേണ്ടിയല്ല. They are not building the house so that it can fall. രണ്ടുപേരും വീട് പണിത് ഒരേ വീടാണ് അവർ പണിതത്. And two people build the same house. ഒരേ ഡിസൈൻ ആണ് അവർ ചെയ്തത്. They build in the same design. പക്ഷേ വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു. But the rain came and the wind came. മണലിന്മേൽ പണിത വീട് പൊളിഞ്ഞു പോകുവാനിടയായി. The house built on the sand fell away. എന്നാൽ പാറമേൽ പണിത വീട് ഹല്ലേലൂയ നിൽക്കുവാനിടയായി. But the house that was built on the rock stood. ഇന്നതാണ് 62-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടത്, അവനാണ് നമ്മുടെ പാറ. And that is what we heard in Psalm 62, that he is our rock. ആ പാറയാണ് യേശുവിന്റെ നാമം. And that rock is the name of the Lord Jesus. അതിനകത്ത് നിങ്ങളുടെ കുടുംബജീവിതം പണിതാൽ തകർന്നു പോകുകയില്ല. And if you build your family on that, it will not be broken. അതിനകത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസം പണിതാൽ വിദ്യാഭ്യാസം തകർന്നു പോകുകയില്ല. If you build your education on that rock, then it will not fail. അതിനകത്ത് നിങ്ങളുടെ ജോലിയെ പണിതാൽ നിങ്ങൾ തളർന്നു പോകുകയില്ല. If you build your job on that, then it will not weaken you. അത് കർത്താവ് എത്ര മനോഹരമാണ് പറഞ്ഞത്. And what a beautiful parable the Lord has said. ആമേ രണ്ടുപേരും ഒരുപോലെ വീട് പണിതു. The two people build in the same manner. വീട് പണിയുന്നവർക്ക് അറിയത്തില്ല ഞങ്ങൾ പണിത വീട് തകർന്നു പോകുമെന്ന്. The person who builds a house do not know if it will fail. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ യേശുവിൽ വിശ്വസിക്കാത്തവർ പണിയുന്ന വീടുകളെല്ലാം തകർന്നു പോകുവാനിടയായി തീരും. So all the houses which those who do not believe in the Lord Jesus build, it will be broken. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവന്റെയും പണികൾ തകർന്നു പോകും. But those who believe in the Lord Jesus, their works will never fail. ആമേ ലോകത്തിൽ അനേക മനുഷ്യർ യേശുവിനെ തള്ളിക്കളയുവാനിടയായി തീർന്നു. There are many people in the world who reject the Lord ആ Jesus. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. And that rejected stone became അവൻ the രക്ഷയുടെ cornerstone. രക്ഷിതാവായി. And he became our savior. അവൻ നമ്മുടെ പ്രഭുവായി. He became our prince. ഈ ലോകത്തെ ഒരു നാമവുമില്ല. And there is no other name for salvation. ആമേ ക്യാൻസറിനേക്കാൾ, And more than cancer, എയ്ഡ്സിനേക്കാൾ, more than AIDS, പ്രഷറിനേക്കാൾ, more than blood pressure, ഷുഗറിനേക്കാൾ, more than diabetes, ആമേ ഹല്ലേലൂയ സകല രോഗങ്ങളുടെ നാമങ്ങളേക്കാൾ and more than the names of the diseases, ഏറ്റവും വലിയ നാമം യേശുവിന്റെ നാമമാണ്. the greatest name is the name of ആ Jesus. നാമത്തിൽ സകല രോഗങ്ങളും മുട്ടുമടക്കുവാനിടയായി. And all diseases will fall before its name. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ടെ. And you have to believe in that. ആമേ അതിന്റെ പവർ ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കാൻ പോകുന്നു. And the power of that name is going to spread here. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. Let us all stand in the presence of